നിങ്ങൾക്ക് തന്നെ അറിയോ, 2006 ഇപ്പം നമ്മൾ 26 ഉള്ളത്. ഇപ്പോൾ 2006 കാര്യം പറഞ്ഞ് 2026 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനല്ല ഞാൻ നിൽക്കുന്നത്. പിന്നെ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇന്ത്യയിൽ ആകമാനം കർഷക ആത്മഹത്യ ഉണ്ടായ ഒരു കാലമായിരുന്നു അത്. ഇപ്പോഴും ഉണ്ട് ആത്മഹത്യ. ഏറ്റവും ഒടുവിൽ കിസാൻ മോർച്ചയുടെ, കിസാൻ സംഘടനകളുടെ ലേറ്റസ്റ്റ് കണക്കുണ്ട്. അന്ന് 75,000 കോടി രൂപ കാർഷിക വായ്പ എഴുതിത്തള്ളാൻ തീരുമാനിച്ച UPA ഗവൺമെൻറ്റിൻ്റെ നടപടി താങ്കൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല. കർഷകർ കടത്തിൽ പെടുമ്പോൾ, അവൻ പ്രയാസത്തിൽ നിൽക്കുമ്പോൾ അവനെ നെഞ്ചോട് ചേർത്ത് കൊടുക്കാൻ ഒരു ഗവൺമെൻറ് അന്നുണ്ടായിരുന്നു, അവൻ്റെ സംഘടനകൾക്കൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ 26 നമ്മൾ നിൽക്കുന്നത്. 26 കാര്യമാണ് ഞാൻ പറയുന്നത്. സത്യത്തിൽ ഞങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ CPM-ൻ്റെയും BJP-യുടെയും ഡീല് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമായിരുന്നു. അത് നിങ്ങളെല്ലാം ഞങ്ങളോട് ചോദിക്കുകയാണ്, തെളിവെന്താണ്. പല മാധ്യമ സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട്, എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. സത്യത്തിൽ ഇന്നലെ BJP സംസ്ഥാന പ്രസിഡന്റിൻ്റെയും LDF-ൻ്റെ ഒരു പോളിറ്റ് ബ്യൂറോ, CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗത്തിൻ്റെയും പ്രസ്താവന ഒന്ന് വായിച്ചാൽ, ആ 2 പ്രസ്താവനയും ഒരു കേന്ദ്രത്തിൽ തയ്യാറാക്കിയതാണെന്നതിൽ ഇനി പ്രത്യേക തെളിവൊന്നും വേണ്ട. ഒരേ സ്വഭാവത്തിലുള്ള, ഒരേ രീതിയിലുള്ള പ്രസ്താവന. എനിക്ക് അവരുടെ കൈകൂപ്പി പറയാനുള്ളത്, തിരഞ്ഞെടുപ്പ് 9-ാം തീയതി കഴിയും. 9-ാം തീയതി കഴിഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾ ഇവിടെ ജീവിക്കണം. ആ കേരളത്തിലെ ജനങ്ങൾ ജീവിക്കാൻ ആവശ്യമുള്ള അന്തരീക്ഷം ഉണ്ടാക്കുന്ന ജോലിയാണ് രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ. ഇലക്ഷൻ കഴിയും, ജയിക്കും തോൽക്കും ഒക്കെ സാധാരണഗതിയിലാണ്. പക്ഷെ കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ ഭിന്നിപ്പിച്ച് ശത്രുപക്ഷത്ത് നിർത്തിയിട്ട് തിരഞ്ഞെടുപ്പ് വിജയം കൊള്ളാൻ വേണ്ടിയിട്ടുള്ള ഡിസൈൻ, നമ്മൾ BJP-യുടെ ഈ ഡിസൈൻ പല സ്റ്റേറ്റുകളിലും കണ്ടിട്ടുണ്ട്. അത് പുതുമയല്ല. ഓരോ സ്റ്റേറ്റിലും വളരെ പ്രചരണ രീതികളും കണ്ടിട്ടുണ്ട്. ഇന്ത്യ ഒട്ടാകെ പാർലമെന്റ് ഇലക്ഷൻ കാലത്തും നരേന്ദ്രമോദിയുടെ രാജസ്ഥാൻ പ്രസംഗം നമ്മൾ കേട്ടതാണ്. അതിനെയൊക്കെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് പറയാന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറയുക? നമ്മളെല്ലാം കേരളത്തിലല്ലേ ജീവിക്കുന്നത്. ഇവിടെ കേരള സ്റ്റോറി കൊണ്ടുവന്നു. കേരളത്തിന്റെ ചിത്രം മോശമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേരള സ്റ്റോറി. നമ്മളെല്ലാം ഒറ്റക്കെട്ടായി എതിർത്തതാണ്. ജനം അതിനെ തിരസ്കരിച്ചു. കാണാൻ പോലും തയ്യാറായില്ല കേരളത്തിലെ ജനങ്ങൾ. കേരള സ്റ്റോറി ഇവിടെയുണ്ട്. ഞാൻ പാർലമെന്റിൽ പ്രസംഗിച്ചിരുന്നു. ആറ്റുകാൽ പൊങ്കാലയിൽ പൊങ്കാലയിടാൻ വരുന്ന സഹോദരിമാർക്ക് വെള്ളവും അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന മുസ്ലിം ദേവാലയവും ക്രൈസ്തവ ദേവാലയവും കണ്ട നാടാണ് ഈ കേരളം. ഈ കേരളത്തിൽ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി എന്താണ് ഇല്ലാത്ത ആരോപണങ്ങൾ കെട്ടിച്ചമുക്കുക? അതും എപ്പോഴാണ്? തിരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിലാണ് ഇത് പറയുന്നത്. ഇല്ലാത്ത കാര്യങ്ങൾ, വർഗീയത ഉണ്ടാക്കാൻ. എന്ത് ചെയ്യാനാ? ഇതിനൊക്കെ തന്നെ ജനം കൃത്യമായി മറുപടി പറയുമെന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. കാരണം കേരളത്തിലെ ജനങ്ങൾ സമാധാനവും സാമുദായിക സൗഹാർദ്ദവും മാത്രമാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും എല്ലാവരുടെയും വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസങ്ങളൊന്നും ആരും വെള്ളം ചേർക്കില്ല. പക്ഷെ ഇതുപോലെയുള്ള വിഷം മാത്രം തുപ്പുന്ന പ്രചരണങ്ങൾ, അത് കേരളം അർഹിക്കുന്ന അവജ്ഞയോടെ പുച്ഛിച്ച് തള്ളും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. താങ്കൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ അല്ല, താങ്കൾ അവിടെ നിന്ന് നിൽക്കുമ്പോൾ തന്നെ എനിക്കറിയാം, കുത്തിക്കുറിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഈ ചോദ്യം വരുമെന്ന്. കാരണം വെച്ചാൽ വേറെ ഒന്നും ചോദിക്കാനില്ല ഈ തെരഞ്ഞെടുപ്പിൽ. ഈ തെരഞ്ഞെടുപ്പിൽ ആകെ നിങ്ങളുടെ കയ്യിലുള്ള ഒരു ചോദ്യം. ശരിയാണ്, താങ്കൾ അത് കൃത്യമായിട്ട് പറഞ്ഞു. LDF നേതാക്കൾ ചോദിക്കുന്നുണ്ട്. ഒരു ജനവും ചോദിച്ചിട്ടില്ല. വയനാട്ടിൽ ഞങ്ങളെല്ലാം പ്രചരണം നടത്തിയിരുന്നു. വയനാട്ടിൽ ഒരു ജനവും വന്നിട്ടില്ല. കാരണം കള്ളപ്രചരണം, നിങ്ങളുടെ കള്ളം മറച്ചു വെക്കാൻ രക്തസാക്ഷിയുടെ ഫണ്ട് പോലും തട്ടി വിവാദത്തിൽ സ്വന്തം പാർട്ടി പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? രക്തസാക്ഷി ഫണ്ട് വെട്ടിയിട്ട് ആ വെട്ടിയാളെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുക നിങ്ങൾ. അത് ഞങ്ങളാരുമല്ല ചോദ്യം ചെയ്ത്, പാർട്ടിക്കകത്ത് തന്നെയാണ് ചോദ്യം വന്നത്. അങ്ങനെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു പാർട്ടി ഇല്ലാത്തൊരു കള്ളക്കഥ ഉണ്ടാക്കിയിട്ട് കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കുന്ന പോലും, ഇത് കേട്ടുമ്പോൾ എനിക്ക് ചിരിക്കാനേ തോന്നുള്ളൂ. നിങ്ങളുടെ കയ്യിലല്ലേ സർക്കാരുള്ളത്? ഞങ്ങൾ വെട്ടിപ്പ് നടന്നതിന് അന്വേഷിക്കാഞ്ഞത്? പോലീസ് നിങ്ങളുടെ കയ്യിലല്ലേ? പട്ടാളം മുകളിലുമുണ്ട്. അത് എന്തൊരു തമാശയാണിത്.
അതിനൊക്കെ കൃത്യമായി നടന്ന കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകള് UDF-ന്റെ മുഖ്യമന്ത്രി 6 മാസത്തിനുള്ളിൽ പൂർത്തീകരിച്ചു കൊടുക്കും. അത്രേ ഉള്ളൂ. കേരളത്തിൽ ഡീലേ ഉള്ളൂ. ഇത് BJP CPM അതിന്റെ ഏറ്റവും കൂടുതലത്തെ ഉദാഹരണമാണല്ലോ. ഇന്നലത്തെ പ്രസ്താവന പോലും ഞാൻ പറഞ്ഞല്ലോ. ഞാൻ വളരെ ഗൗരവതരമായ, ഇപ്പം താങ്കൾ ചോദിച്ച പോലും UDF ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണമല്ലോ. ഞാൻ ചോദിച്ച ചോദ്യമാണ്, ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ചോദിച്ചതാണ്, കേരളത്തിലെ മുഖ്യമന്ത്രി കേന്ദ്രത്തിലെ മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ പതിവ് ചട്ടവട്ടങ്ങൾ ലംഘിച്ചുള്ള കൂടിക്കാഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. എന്താണ് കാരണം? എന്താണ് അജണ്ട? ആഭ്യന്തരമന്ത്രി അമിത്ഷായെ വീട്ടിൽ പോയി കണ്ടു, ഉദ്യോഗസ്ഥന്മാരില്ലാതെ. നിർമ്മല സീതാരാമനുമായി മുറിയടച്ച് ഗവർണറുമായി ഉദ്യോഗസ്ഥന്മാരില്ലാതെ ചർച്ച നടത്തി കേരള ഹൗസിൽ. നിതിൻ ഗഡ്കരിയുമായിട്ട് ചർച്ച നടത്തി. ഇത് ഒഫീഷ്യൽ ചർച്ചയ്ക്ക് ഒരു പ്രശ്നവുമില്ല, എല്ലാവരും നടത്താറുള്ളതാണ്, ആരും ചോദ്യം ചോദിക്കില്ല. ഒഫീഷ്യൽ ചർച്ചകളിൽ ഉദ്യോഗസ്ഥന്മാരാണ് ഇരിക്കുക. അതില്ലാതെ ചർച്ച നടത്തി. PM ശ്രീയിൽ അത് കഴിഞ്ഞ് ഒപ്പിടുന്നു. സ്വന്തം മുന്നണിയിലെ കക്ഷികളായ CPI മന്ത്രിമാരെ പോലും ഇരുട്ടിൽ നിർത്തി. അവര് ചോദ്യം ചോദിക്കുമ്പോൾ വരട്ടെ വരട്ടെ എന്ന് പറയുമ്പോൾ അതിന് മുമ്പേ ഒപ്പിട്ടിരിക്കുകയാണ്. എന്തായിരുന്നു അതിന്റെ കമ്പൽഷൻ? ഈ കൂടിക്കാഴ്ചയും കമ്പൽഷനും തമ്മിൽ ബന്ധമുണ്ടോ? പിന്നെ ഇപ്പോഴത്തെ സീറ്റുകൾ നിശ്ചയിച്ചപ്പോൾ, ഏറ്റവും ഒടുവിൽ ഇന്നലത്തെ പ്രസ്താവന കൂടി വന്നപ്പോൾ, ഈ കേരളം സമാധാനപരമായി ജീവിക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തെ മതവൈരത്തിന്റെ വേദിയാക്കി മാറ്റി പരസ്പരം ഭിന്നിപ്പിക്കാനും പരസ്പരം വൈരം വളർത്താനും ശ്രമിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റ് രണ്ടുപേരും ഒരുപോലെ കൊടുക്കുമ്പോൾ ആ ഡീല് വളരെ വ്യക്തമായി അവർ തന്നെ തെളിയിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് വിശ്വാസമില്ല തുറക്കുമെന്ന്. അല്ല, അത് തുറക്കുന്നുണ്ടെങ്കിൽ തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഡീലൊക്കെ ഉണ്ടാവും. പക്ഷെ കേരളത്തിലെ ജനം ഡീലൊന്നും വിശ്വസിക്കില്ല. അവർക്ക് നേതാക്കന്മാരുമായിട്ടും പാർട്ടികളുമായിട്ടൊക്കെ നേരിട്ടുള്ള ഡീലാണ്. രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കുന്ന അവിശുദ്ധ ഡീലും കൂട്ടുകെട്ടൊന്നും അംഗീകരിക്കുന്ന നാടല്ല കേരളം. അത് വ്യക്തമാണ്. അല്ല, തൃശ്ശൂരത്തെ കാര്യം ഞാൻ കേട്ട സ്റ്റേറ്റ്മെന്റ് അവിടുത്തെ സ്ഥാനാർത്ഥി സുനിൽകുമാറിന്റെ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. താങ്കൾ ശ്രദ്ധയപ്പെട്ടിരുന്നോ എനിക്കറിയില്ല. LDF-ന്റെ സ്ഥാനാർത്ഥിയാണല്ലോ സുനിൽകുമാർ. അദ്ദേഹത്തിന്റെ പ്രസ്താവനയാണ് തൃശ്ശൂരിൽ ഞാൻ കണ്ടത് ആദ്യമായിട്ട്. അദ്ദേഹം 2-3 വട്ടം ആ ചോദ്യം ആവർത്തിച്ചു. തൃശ്ശൂർ പൂരത്തിൽ അട്ടിമറി ഉണ്ടായോ, അന്വേഷിക്കണമെന്നും പറഞ്ഞ അദ്ദേഹമായിരുന്നു. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞൊരു കാര്യം, പരമ്പരാഗതമായി LDF-ന് വോട്ട് കിട്ടേണ്ട മേഖലകളിൽ, ആ പ്രധാനപ്പെട്ട മേഖലകളിലെല്ലാം CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ BJP സ്ഥാനാർത്ഥി കൂടുതൽ വോട്ട് വാങ്ങിച്ചു. ഇത് ഞാൻ പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞ, താങ്കളിപ്പോൾ ചോദിച്ച ചോദ്യം കൊണ്ട് പറഞ്ഞത് കോൺഗ്രസിന്റെ വോട്ട് കുറഞ്ഞു എന്ന് താങ്കളുടെ ഞാൻ പറയുന്നത് താങ്കളുടെ സ്ഥാനാർത്ഥി, താങ്കളുടെ മുന്നണിക്ക് വേണ്ടി നിന്ന സ്ഥാനാർത്ഥി എന്തിനു വേണ്ടിയിട്ടായിരുന്നു ADGP RSS നേതാവുമായിട്ട് രഹസ്യ ചർച്ച നടത്തിയത് തൃശ്ശൂരിൽ? എന്തായിരുന്നു ആ ചർച്ചയുടെ ഉദ്ദേശം? ADGP ആ ചർച്ച നടത്തിയ ADGPക്ക് ഒരുപാട് പ്രാവശ്യം ആരോപണം വന്നിട്ടും ഒരു കുഴപ്പമില്ലാതെ അദ്ദേഹത്തെ സേഫായി നിർത്തുന്നതിന്റെ കാരണം എന്താണ്? ADGP അവിടെ പോയി തൃശ്ശൂർ പൂരം കലക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചയായിരുന്നു RSSുമായി നടത്തിയത്. ഇന്ന് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയും പറഞ്ഞു. സുരേഷ് ഗോപി പറഞ്ഞേ കേട്ടിട്ടില്ലേ തൃശ്ശൂർ പൂരം കലക്കിയതാണെന്ന്? ആ കലക്കാൻ ഞങ്ങളായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഡീൽ അവിടെ നടന്നത് ആരും തമ്മിൽ ആ ഡീല് അവിടെ BJP അന്ന് തുടങ്ങിയതാണിത്. തൃശ്ശൂർ പാർലമെന്റിൽ BJP ജയിപ്പിക്കാൻ വേണ്ടിയുള്ള ഡീലാണ് പറഞ്ഞത്. ഞങ്ങൾ നിയമത്തെ K മുരളീധരൻ നടത്തിയിട്ടാണ് കാണിച്ചത്. K മുരളീധരനെ പോലെയുള്ള ഏറ്റവും പ്രഗത്ഭന, അതുകൊണ്ടാണ് ശിവൻകുട്ടി ഇന്നിപ്പോൾ MLA ആയിട്ട് ഇരിക്കുന്നത്.